വല്ലാതിരിക്കുന്നത്? അച്ഛനെ അനുജത്തിമാരെയൊക്കെ വിട്ടു പോന്നോണ്ടാണോ? ഇരിക്കെ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. സാറോ? ഇത് ഓഫീസല്ല, ഇങ്ങോട്ട് ഇരിക്കേ. എന്തുവാടെ അവർ സംസാരിക്കുന്നേ? അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇലക്ഷൻ കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുക. ആഹാ, ആദ്യ രാത്രിയിൽ ഏത് അമേരിക്കൻ പ്രസിഡന്റ് ആടേ? മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നല്ലേ പറയാറ്? പക്ഷെ എന്റെ കല്യാണക്കാര്യത്തിൽ ഐ പ്രപ്പോസ്ഡ് ആൻഡ് ഗോഡ് സെക്കൻഡഡ് എന്നേ പറയാൻ പറ്റൂ. എന്റെ സ്വപ്നത്തിലെ പെൺകുട്ടിയെ തന്നെ എനിക്ക് വധുവായിട്ട് കിട്ടി. സ്വപ്നത്തിലെ പെൺകുട്ടിയെ കിട്ടിയെന്ന് നമ്മുടെ പ്ലാൻ സക്സസ്. അത് പറയാറായിട്ടില്ല. ഇപ്പോഴും ഒരു ഇടിയുടെ മണം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതെന്റെ കൈകൊണ്ടായിരിക്കും. വെളച്ചിലെടുക്കല്ല. ചെറുപ്പം മുതലേ എനിക്ക് സംഗീതത്തിൽ വലിയ ഭ്രമമായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ശ്രീമതിക്ക് ശാസ്ത്രീയ സംഗീതം അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. ഇന്ന് നമ്മുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ ദിനമാണ്. ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കേണ്ട ഒരു രാത്രി. ലതിക ഒരു പാട്ടുപാട്. പാട്ട് പാടാൻ പറയുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. സക്സസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും കരുതാക്കടുത്ത് വളച്ചില്ലേ? ഇതുകൊണ്ടോ ഈശ്വര, ഫസ്റ്റ് നൈറ്റ് തന്നെ എല്ലാം ബെസ്റ്റ് ആയിട്ട് ചളവായി. എന്താ നാണമായിട്ടാ? പതിയെ പാടിയാ മതി, ആരും കേൾക്കൂല. പാട് പാട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ വിളിയടേ. കുറിപ്പേട്ടൻ വിളിക്കാം. നീ വിളി. നമുക്ക് ഒരുമിച്ച് വിളിക്കാം. ഞാൻ ചാടണോടാ. കള്ളൻ കള്ളൻ. നീ എങ്ങോട്ടാ പോകുന്നത്? കത്തിയുണ്ട്. കിടക്കമുറിയിൽ വന്ന് ഒരു കള്ളൻ കത്തി കാണിച്ച് ഭയപ്പെടുത്തി എന്നെ ഇതുവരെ കൊണ്ടുവന്നു. കൃഷ്ണൻകുട്ടി കണ്ടതുകൊണ്ട് കള്ളൻ രക്ഷപ്പെട്ടു. കള്ളൻ അങ്ങോട്ട് ഓടി. കൃഷ്ണൻകുട്ടി എവിടെ? കള്ളനെ പിടിക്കാൻ കൃഷ്ണൻകുട്ടി ഇങ്ങോട്ട് ഓടിയിരിക്കുക. അളിയാ, ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. നീ അത് ലാസ്റ്റ് നൈറ്റ്